നമസ്കാരം. അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകളിൽ പങ്കെടുത്ത ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്ഷേത്ര സഞ്ചയത്തിൽ പൊതുസമൂഹത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട ചില വാക്കുകളാണ് അദ്ദേഹം പറഞ്ഞത്. ശ്രീരാമൻ എന്നോട് പിണങ്ങി, പക്ഷേ ശ്രീരാമനോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഈ ക്ഷേത്രം പണിതുയർത്താൻ, ഈ പ്രതിഷ്ഠ നടത്താൻ ഇത്രയും വൈകിയതിൽ 35 വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം എടുത്ത പ്രതിജ്ഞയാണ് ഇപ്പോൾ സഫലീകൃതമായിരിക്കുന്നത്. തീർച്ചയായിട്ടും പുതിയ ഒരു ഇതിഹാസത്തിൻ്റെ, പുതിയ ചരിത്രത്തിൻ്റെ തുടക്കമായിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ഒരു ചടങ്ങിനെ, ഈ ഒരു മഹാസംഭവത്തെ വിശേഷിപ്പിച്ചത്. ഇതാ നമ്മുടെ ബാലനായ രാമൻ വന്നിരിക്കുന്നു, നമ്മളെയെല്ലാം കാണാൻ തപസ്സിൽ നിന്ന് ഉണർന്ന് ശ്രീരാമഭഗവാൻ വന്നിരിക്കുന്നു എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. തീർച്ചയായിട്ടും ഈ ഒരു സംരംഭത്തോട് സഹകരിച്ച ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുമുള്ള ജനങ്ങളോട്, ഭാരതീയരല്ലാത്തവരോട് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നതായി പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടി. ഈ ദിവ്യമന്ദിരത്തിൽ നമ്മുടെ ഭഗവാൻ ശ്രീരാമദേവൻ എത്തി എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഇനി ബാലാലയത്തിലല്ല, യഥാർത്ഥ ശ്രീകോവിലിൽ, ഗർഭഗൃഹത്തിൽ നമ്മുടെ ഭഗവാൻ ശ്രീരാമൻ എത്തിയിരിക്കുന്നു എന്ന കാര്യവും മോദി പറഞ്ഞു. ഇതൊരു പുതിയ കാലഘട്ടത്തിൻ്റെ, പുതിയ ഒരു ചരിത്രത്തിൻ്റെ, പുതിയ സംഭവ വികാസങ്ങളുടെ ഉദയമാണ്. അത് നമ്മൾ ഭാരതീയർ പൂർത്തീകരിച്ചിരിക്കുന്നു. വികാര നിർഭരമായ നിമിഷങ്ങളിലൂടെയാണ് താൻ കടന്നുപോയത് എന്ന കാര്യവും മോദി വ്യക്തമാക്കി. ഇത് ഭാരതത്തിൻ്റെ ഓരോ മുക്കിലും മൂലയിലുമുള്ള, ലോകത്തിൻ്റെ നാനാ കോണുകളിലുള്ള എല്ലാ ഭാരതീയരുടെയും സാംസ്കാരിക ചരിത്രത്തിൻ്റെ, സാംസ്കാരിക നന്മയുടെ, പൈതൃകത്തിൻ്റെ പ്രതീകമാണ് ഈ ഒരു ചടങ്ങ് ഇവിടെ നടന്നത് എന്ന കാര്യവും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. അതുപോലെ തന്നെ ഈ രാമക്ഷേത്രവുമായി സഹകരിച്ച, അതിനുവേണ്ട സംഭാവനകൾ നൽകിയ, അതിന് ഒപ്പം നിന്ന എല്ലാവരെയും, ഓരോ വിഭാഗങ്ങളെയും പ്രത്യേകമായി എടുത്തെടുത്ത് പറഞ്ഞുകൊണ്ട് ശ്രീരാമ ക്ഷേത്ര നിർമ്മാണ ട്രസ്റ്റിലെ അംഗങ്ങളെ എടുത്തെടുത്ത് അവരുടെ പേരെടുത്ത് സൂചിപ്പിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി നന്ദിയും സ്നേഹവും അഭിനന്ദനവും അറിയിച്ചത്. ഇതൊരു പുതിയ ചരിത്രത്തിൻ്റെ തുടക്കമാണ്. ഇതൊരു പുതിയ ഭാരതത്തിൻ്റെ ഉദയമാണ്. അയോധ്യ രാമജന്മഭൂമിയിൽ രാമക്ഷേത്രം ഉയർന്നിരിക്കുന്നു, അതിൻ്റെ പ്രാണപ്രതിഷ്ഠ നടന്നിരിക്കുന്നു. ഇത് തീർച്ചയായിട്ടും വൈകാരികമായ, ഭക്തിനിർഭരമായ, ആനന്ദനിർഭരമായ നിമിഷങ്ങളിലൂടെയാണ് നാം കടന്നുപോയത് എന്ന കാര്യവും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. നീണ്ട കാത്തിരിപ്പിന് ശേഷം ഈ ഒരു സംഭവം യാഥാർത്ഥ്യമായതിൽ അദ്ദേഹം സ്നേഹവും അതുപോലെ തന്നെ എല്ലാവരോടും നന്ദിയും പ്രകാശിപ്പിച്ചു.